ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഗാർഡനിലെ നമ്മളെ അടിപൊളി റയർ പ്ലാന്റായ നമ്മളെ ബ്ലാക്ക് ബാറ്റ് ഫ്ലവർ അഥവാ നമ്മളെ വവ്വാൽ ചെടിയുടെ വിശേഷങ്ങളായിട്ട് കേട്ടോ. അധികം നമ്മളെ ഗാർഡൻ വീഡിയോസിലൊന്നും കാണാത്തൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമ്മളെ വീഡിയോ ഫുള്ളായിട്ടാണ് കണ്ടുനോക്കുക. നമ്മൾ വവ്വാൽ ചെടിയെന്നും അതുപോലെ ബ്ലാക്ക് ബാറ്റ് ഫ്ലവർ എന്നൊക്കെ വിളിക്കുമെങ്കിലും ആൾ നമ്മളെ നാട്ടുകാരനല്ല കേട്ടോ. നമ്മളെ ഇന്തോനേഷ്യ ചൈനയിലൊക്കെ കണ്ടുവരുന്നൊരു സ്പെഷ്യൽ പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഒരു വവ്വാൽ ചെടി. ഒറിജിനൽ നെയിം ടാക്കോ ചാന്തേര എന്നൊക്കെ കേട്ടോ നമ്മൾ ഇതിന് ഒറിജിനലായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ പേരിടാൻ പെട്ടെന്ന് കഴിവുള്ളവരായതുകൊണ്ട് നമ്മൾക്ക് വേഗം കണ്ടാൽ തോന്നുന്ന രീതിയിലുള്ളത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മളൊരു വവ്വാൽ ചെടി വവ്വാലിൻ്റെ ഒട്ടൊക്കെ ഉണ്ടില്ലേ, നല്ല നീളത്തിലുള്ള നമ്മളെ മീശകളും അതേപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറും ചിറകുകളൊക്കെ ആക്കി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ വവ്വാൽ ചെടി തന്നെ അല്ലേ വിളിക്കുക. ഈ ഒരു ചെടിക്ക് അധികം മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ. പക്ഷേങ്കിൽ നല്ലോണം വെള്ളം വേണം കേട്ടോ. ഒരു ദിവസം നമ്മൾ നനക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മളെ ചെടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പടിയായിട്ട് നല്ലോണം ഫുള്ള് ഇലകളൊക്കെ വാടിപ്പോ കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മളൊരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താലും ആൾ ഫുള്ളായിട്ട് അങ്ങ് അബ്സോർബ് ചെയ്തിട്ട് നല്ല ഇലകളൊക്കെ വീണ്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്ന് നിൽക്കും കേട്ടോ. മെയിനായിട്ട് നമ്മളെ ഗാർഡനിലെ വീഡിയോസ് മുന്നേ കണ്ടവർക്ക് അറിയാം, നമ്മൾ മെയിനായിട്ട് ചേർക്കുക ചാണകപ്പൊടി അതേപോലെ തന്നെ ചകിരിച്ചോറും കാര്യങ്ങളൊക്കെ കേട്ടോ. അതുപോലെ തന്നെ വല്ലപ്പോഴും നമ്മൾ ഇതിന് അതുപോലെ തന്നെ ചാണകപ്പൊടി മാത്രമാണ് വളമെന്നുള്ള രീതിയിൽ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. നമ്മളെ കയ്യിലുള്ളത് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ വൈറ്റ് കളറും ഉണ്ട് എന്നാണ് പറയുന്നത്. അധികം നമ്മളെ പോകുന്ന നഴ്സറിയിലൊന്നും ഈ ഒരു ചെടി പെട്ടെന്ന് കണ്ടുവരാറില്ല. ഇപ്പം എന്നാലും ചില നമ്മളെ നഴ്സറിയിലൊക്കെ കണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇതൊരു റയർ പ്ലാന്റ് തന്നെ കേട്ടോ. ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങളൊന്ന് ചെറുതായി ഞെട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോയിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായതാണ് ഈ ഒരു പ്ലാന്റിന് 3000-ഓളമൊക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലിയൊരു പ്ലാന്റൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞില്ല, നമ്മളെ ചെടിക്ക് നല്ലോണം വെള്ളം വേണ്ട ചെടിയാട്ടോ. നമ്മളെ ഗാർഡനിൽ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അധികം നേരിട്ട് വെയിൽ കൊള്ളാത്ത രീതിയിലാണ് നമ്മൾ ചെടികൾ വെക്കുന്നത്. എന്നാലും നമ്മളെ ഈ പൂക്കൾ അധികം നിറയുന്ന സമയത്ത് നമ്മളിതാ ഈ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് വാടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മളത് മെല്ലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെയിലടിച്ച ഭാഗത്ത് ഇങ്ങനെ ഒരു യെല്ലോ കളറായിട്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു പൂക്കാത്ത ഇതിൻ്റെ ഒരു നമ്മൾ പ്ലാന്റ് മാറ്റി നടത്തുക കേട്ടോ. ഇതിൻ്റെ ഇലകൾ കാണാനും പ്രത്യേക ഒരു ഭംഗി കേട്ടോ. നല്ല രീതിയിൽ ഗ്രോത്തായി വരികയാണെങ്കിൽ ഇതിൻ്റെ ഇലകളും നല്ല അടിപൊളിയായിട്ട് നല്ല വലുതായിട്ട് തന്നെ വളരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെടിക്ക് തണുപ്പാണ് കൂടുതൽ വേണ്ടത് കേട്ടോ. അപ്പോൾ തണുപ്പ് കൂടുതലുള്ള ടൈമിലാകുമ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നമ്മളെ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാട്ടോ ഇതിൻ്റെ ഫ്ലവർ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെടിക്ക് ഇതുപോലെ നിറഞ്ഞു നിൽക്കട്ടോ. നമ്മളിപ്പോൾ എല്ലാം ഒരു പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ നിലത്ത് നടുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വലുതായിട്ട് നമ്മളെ ഇതിൻ്റെ ഇലകളും അതേപോലെ തന്നെ പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വളർന്ന് വിട്ടോ. ഇതിൻ്റെ ഇലകളും നല്ല ഗ്രീനും അതേപോലെ തന്നെ നല്ല ഷൈനി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ ഇൻഡോറിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം വെള്ളം വേണമെന്നുള്ള ഇതൊരു ഡിമാൻഡ് മാത്രമേ നമ്മൾ ഈ ഒരു ചെടിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 3 പോട്ടിലായിട്ട് മാറ്റി നട്ടിട്ടുണ്ട്. അതിലിപ്പോൾ 2 പോട്ടിലിപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു മാസമായിരം നല്ല രീതിയിൽ തന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ ഒരു സൈഡിലോട്ട് നമ്മൾ അധികം വെയിൽ തട്ടാത്ത രീതിയിൽ ഇപ്പോൾ മാറ്റി വെച്ചിട്ടുള്ളതാട്ടോ. അതുകൊണ്ട് തന്നെ ഇലകൾ നല്ലോണം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ പൂക്കളും പെട്ടെന്ന് തന്നെ വരുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉണ്ടായി വരുന്ന ഒരു മുട്ട കേട്ടോ. ഇതോ ഫുള്ളായിട്ടൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഈ ഒരു ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മാസത്തോളം നമ്മൾ ഈ ഒരു ഫ്ലവർ ഒന്നും പറ്റാണ്ട് ഇങ്ങനെ കേടൊന്നും വരാത്ത രീതിയിൽ തന്നെ ഇതേ രീതിയിൽ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണല്ലോ, നമ്മളൊരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് കാണുമ്പോൾ മുറ്റത്ത് നല്ല രസം. അതേപോലെ തന്നെ നല്ല ഗ്രോത്തൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ ആണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തുള്ള നമ്മൾ ഈ ഒരു മീശ പോലെ വരുന്ന ഈ ഒരു ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ലെങ്ത്തിൽ തന്നെ വളരും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ ആണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു മീശ പോലുള്ള ഈ ഒരു സംഭവം ഒരു 30 സെൻറ്റിമീറ്ററോളമൊക്കെ നല്ല ലെങ്ത്തായിട്ട് തന്നെ വളരും കേട്ടോ. ഇത് ഏകദേശം ഫുള്ളായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്ലവറായിട്ട് തന്നെ കേട്ടോ നമ്മൾ ഈ പ്രാവശ്യത്തെ ഈ ഒരു ഫ്ലവർ വന്നിട്ടുള്ളത്.
എന്തായാലും നമ്മളെ ഗാർഡനിൽ നമ്മളധികം ശ്രദ്ധിക്കപ്പെടാണ്ട് വളർത്തിയെടുത്തതാട്ടോ. നമ്മൾ ഇപ്പോൾ അടുത്താണ് നമ്മൾ ഇതിനെ പറ്റിയൊന്ന് മനസ്സിലാക്കിയത്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. നമ്മൾ വേണമെങ്കിൽ വവ്വാലെന്ന് മാത്രമല്ല കേട്ടോ, നമ്മളെ മുടിയിലൊക്കെ കുത്തുന്ന ക്രാബൊക്കെ മാതിരി ഉണ്ടില്ലേ പെട്ടെന്ന് നോക്കുമ്പോൾ. മക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്ക് തൊടും കേട്ടോ. ഇപ്പോൾ അവർക്ക് പേടിയൊന്നുമല്ല, ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ ഒരു പ്ലാന്റ് നമ്മളെ ഗാർഡനിൽ നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഗാർഡനിലും ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ഗാർഡനിൽ ഇങ്ങനെ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല റയറായിട്ട് ഈ ഒരു പ്ലാന്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള നഴ്സറിയിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ. വൈറ്റിനെക്കാട്ടി ഒന്നും കൂടി ഭംഗി എന്ന് പറയുന്നത് നമ്മളെ ബ്ലാക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗാർഡനിൽ നമ്മൾ ഈ ഒരു പ്ലാനിനെ പറ്റി നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോസ് കാണുന്നവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ചില വീഡിയോസിന് വരുന്നുണ്ട്, പക്ഷേങ്കിൽ നമ്മളെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇങ്ങനത്തെ ഗാർഡൻ്റെ വിശേഷങ്ങളും ടിപ്സും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.